നിപ ബാധിച്ച പാലക്കാട്ടെ 38-കാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം യുവതിയുടെ ബന്ധുവായ 10 വയസ്സുകാരനെ പനിയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകൽ സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നു. തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ 6 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പ്രദേശത്ത് സന്ദർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിപ്പ ബാധിച്ച യുവതിയുടെ വീടിന് സമീപം വവ്വാലിന്റെ സാന്നിധ്യവും കണ്ടെത്തി. നിരവധി തവണ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും വവ്വാലിന്റെ ശല്യം പരിഹരിച്ചില്ലെന്ന് നാട്ടുകാരൻ പറഞ്ഞു. കേസ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള വീടിന് ചുറ്റുമായി ഏകദേശം 1000കണക്കിന് വവ്വാലുകൾ കൂട്ടമായി കൊണ്ട് അവിടെ വസിച്ചു വരികയാണ്. ഇത് എല്ലാ കാലത്തേക്കുമായി നശിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ കാലത്തും ഈ നാട് ഭീതിയോടെയും വലിയ പ്രയാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ആരോഗ്യവകുപ്പ്, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഘട്ടത്തിലെങ്കിലും ഇങ്ങനൊരു വിഷയം വന്ന സ്ഥിതിക്ക് പൂർണ്ണമായി ഈ വവ്വാലുകളെ നീക്കം ചെയ്യാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം വീടിന്റെ പരിസരവും സ്ഥലവും പരിശോധിച്ചു. നിപ്പ ബാധിച്ച യുവതിയുടെ ബന്ധുവായ കുട്ടിക്കും പനി ബാധിച്ചിട്ടുണ്ട്. 10 വയസ്സുകാരനെ പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്.